മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം വരും. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇക്കേസിൽ വിധി പറയുക. കെ വി ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, എപ്പോഴേക്കും കോടതി വിധി നമുക്ക് പ്രതീക്ഷിക്കാം? സഹിത്തെ ഈ കേസ് ഇപ്പോൾ ആദ്യ കേസായി പരിഗണിച്ചിരിക്കുന്നു. 3 മണിക്ക് വിധി പറയാൻ വേണ്ടി ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. എന്തായാലും വളരെ ഈ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് വെള്ളിയാഴ്ച കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇതിന് വാദങ്ങളും മറ്റും വെള്ളിയാഴ്ച തന്നെ പൂർത്തിയാക്കി ഇന്ന് വിധി പറയാൻ വെച്ചതായിരുന്നു. ആദ്യ കേസായി ഇത് പരിഗണിച്ചു. 3 മണിക്ക് ശേഷം വിധി പറയും എന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. എന്തായാലും 2022 ഒക്ടോബർ 22 ഈ നീചമായ ഒരു കൊലപാതകം ഇത്തരത്തിൽ നടക്കുന്നത്. വിഷ്ണുപ്രിയ വീട്ടിൽ തന്റെ ആൺസുഹൃത്തുമായി ഇത്തരത്തിൽ വാട്സാപ്പ് വഴി വീഡിയോ ചാറ്റ് നടത്തുന്നതിനിടയിലാണ് ഈ പ്രതി എത്തുന്നതും തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയായിരുന്നു. പിന്നീട് മരിച്ചതിന് ശേഷവും ഈ കുത്തിപ്പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 29 കുത്തുകളാണ് ഇത്തരത്തിൽ മുറിവുകളാണ് ഇത്തരത്തിൽ വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ നീചമായ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിലാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും വിധി പറയാൻ ശിക്ഷാ വിധി പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചു. എന്തായാലും 3 മണിക്ക് ഇതിന്റെ വിധി ഉണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ നേരിട്ട് ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസ് എന്നത് തന്നെയാണ്. ഈ കേസിൽ ഈ വിപിൻ രാജ് ഈ പെൺകുട്ടിയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിപിൻ രാജാണ് ഇതിലെ പ്രധാന സാക്ഷി. ഇതിൽ ഈ ദൃശ്യം 13 സെക്കൻഡ് ദൃശ്യം ഇതിൽ പതിഞ്ഞിരുന്നു. ഇതാണ് ഇതിലെ നിർണായക തെളിവുമായത്. മാത്രമല്ല ഈ പ്രതി ആയുധം വാങ്ങിയതും അതുപോലെ തന്നെ ചുറ്റിക ഉൾപ്പെടെ വാങ്ങിയ സ്ഥലങ്ങൾ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതും തെളിവായി കോടതി പരിഗണിച്ചു. ഈ ദൃശ്യങ്ങളെല്ലാം കോടതി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 3 മണിക്ക് ഈ കേസിന്റെ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. സജിത്ത്, യെസ്, ഈ കേസിൽ സുപ്രധാനമായ ഒരു വിധിയാണ് വരാനിരിക്കുന്നത്. 3 മണിക്ക് വിധി വരും. കഴിഞ്ഞ ദിവസം തന്നെ ഈ ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയത്. ഇന്ന് 3 മണിക്ക് ആ വളരെ പ്രധാനപ്പെട്ട വിധി നമുക്ക് പ്രതീക്ഷിക്കാം.